കെ അഭിലാഷ്, പ്രതിഷേധം കനക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു മാറ്റവുമില്ല, ആക്രമണങ്ങൾ തുടരുന്നു. എന്നാൽ ജീവൻ പൊലിയുമ്പോഴും പേരിന് ചില ഇടപെടലുകൾ, അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം, അതിനപ്പുറം ഒരു ഇടപെടൽ ഉണ്ടാകാത്തതിൽ എത്രത്തോളം പ്രതിഷേധത്തിലാണ് നാട്ടുകാർ? സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കഴിഞ്ഞ 40 ദിവസങ്ങൾക്കകം, അതായത് ഈ വർഷം പിറന്നതിന് ശേഷം 3 ജീവനുകളാണ് കട്ടാനകളുടെയും അതോടൊപ്പം തന്നെ കടുവ ആക്രമണത്തിലൊക്കെ പൊലിയുന്നത്. ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ ബാലന്റെ മൃതദേഹം കൊണ്ടുവരുന്ന ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ADM അടക്കം എത്തിയതിനു ശേഷമാണ് മൃതദേഹം മാറ്റാനടക്കം സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ മേഖല, അതായത് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ആനകളുടെ വിളയാട്ടം പകൽ സമയത്ത് പോലും ഉണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വനവകുപ്പിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടിയും അവരുടെ ഭാഗത്തുണ്ടായില്ല. ഇതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, അതായത് രാത്രിയോട് കൂടി തന്നെ ബാലിന് ആനയുടെ ചവിട്ടേറ്റ് അക്രമത്തിൽ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും UDF പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇതാ റേഞ്ച് ഓഫീസിലേക്ക്, അതായത് മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങളാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് കാരണം വലിയ തരത്തിലൊരു പ്രകോപനം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സർവ്വസജ്ജമായി പോലീസ് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുമ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ, ഒരു ഏതെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകുന്നതിനപ്പുറത്തേക്ക് വീണ്ടും ഈ അപകടം ഉണ്ടാവാതിരിക്കാൻ എന്ത് നടപടിയാണ് വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റ് പോലീസിൻ്റെയോ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ചോദ്യം ഉയർന്നത്. ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നിരന്തരം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ട്രഞ്ചിങ് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇതൊക്കെ പാതി വഴിയിലോ അല്ലെങ്കിൽ ബദിര കാരണങ്ങളിലോ പതിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഇത്രത്തോളം ശക്തമാകുന്ന ഒരു നിലയിലേക്ക് പ്രതിഷേധം ഇരമ്പുകയാണ്. പ്രത്യേകിച്ചും തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളാണ്. അവിടെയുള്ള ജനങ്ങളുടെ ഭീതി അത് ഒഴിവാക്കി കൊടുക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്നതാണ് വലിയ ചോദ്യം.